ഇത് IAGM എക്കോ. ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന ചില സംഭവങ്ങളെ അടയാളങ്ങളായി യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന അടയാളങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന അടയാളങ്ങൾ. രണ്ട്, ലോകത്തിൽ നടക്കുന്നതായ അടയാളങ്ങൾ. മൂന്ന്, സഭയിൽ നടക്കുന്ന അടയാളങ്ങൾ. ഈ സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ ഒരു കാര്യത്തെ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം കർത്താവിന്റെ വരവിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും എന്നാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോസ്തലൻ പൗലോസ് ഈ 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വരവിന് മുൻപ് നടക്കുന്ന സംഭവങ്ങൾ 2 കാര്യത്തെ എടുത്തു പറയും. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കും. 2, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്ന് അവിടെ നമ്മുടെ മലയാള ബൈബിളിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിലും അതിന്റെ തമിഴ് പരിഭാഷയിലും നാം വായിച്ചു നോക്കുമ്പോൾ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടല്ലാതെ ആ ദിവസം വരികയില്ല. ഏത് ദിവസം വരികയില്ല? 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവങ്കിലേക്ക് ഉള്ള നമ്മുടെ സമാഗമനവും യേശുക്രിസ്തുവിന്റെ വരവും ദൈവസഭ എടുക്കപ്പെടുന്നതും അതിനു മുൻപ് 2 കാര്യങ്ങൾ. 1, വിശ്വാസത്യാഗം സംഭവിക്കണം. 2, നാശയോഗ്യൻ വെളിപ്പെടണം. ഈ 2 സംഭവങ്ങളും സംഭവിച്ചല്ലാതെ, പ്രത്യേകാൽ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടിട്ടില്ലാതെ 1-ാം വാക്യത്തിൽ പറയുന്ന യേശു കർത്താവിന്റെ വരവ് സംഭവിക്കുകയില്ല. പലരും അവരവർക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നത്. 1-ാം വാക്യത്തെ കുറിച്ച് അവർ പറയുന്നത് 1-ാം വാക്യത്തിൽ തന്നെ 2 വരവുണ്ടെന്നാണ്. വിശ്വാസത്യാഗത്തെ കുറിച്ച് യേശു പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. യേശുക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകുന്നതിന് മുൻപ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, കർത്താവിന്റെ മരവിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് വെച്ചാൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നാണ്. യേശുവിന്റെ വരവിന് മുൻപ് വിശ്വാസികൾ ഉണ്ടായിരിക്കും, പക്ഷെ പലരിലും വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയില്ല. വിശുദ്ധന്മാർ ഉണ്ടായിരിക്കും, എന്നാൽ പലരിലും വിശുദ്ധിയെ കാണുവാൻ കഴിയുകയില്ല. ആത്മീയർ ഉണ്ടായിരിക്കും, എന്നാൽ അനേകരിലും ആത്മീക ജീവിതത്തെ കാണുവാൻ കഴിയുകയില്ല. ദൈവഭക്തന്മാർ ഉണ്ടായിരിക്കും, എന്നാൽ ദൈവഭക്തിയെ കാണാൻ കഴിയുകയില്ല. ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായി തീരും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കൃപാവരം ഉള്ളവർ ഉണ്ടായിരിക്കും, എന്നാൽ പലരിലും കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടുകയില്ല. വ്യാജ നിലയിലൊക്കെയും അത് ഈ കാലഘട്ടത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ദൈവവചനം പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കും, എന്നാൽ സത്യവചനത്തെയും പഥ്യോപദേശങ്ങളെയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും. ഈ വിശ്വാസത്യാഗം എന്ന് പറയുന്നതിന്
ഇംഗ്ലീഷ് ഭാഷയിൽ 2 പദപ്രയോഗങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ഫാളിങ് എവേ എന്നും ചില പരിഭാഷകളിൽ അപ്പോസ്റ്റസി എന്ന പദവും കൊടുത്തിരിക്കുകയാണ്. ഈ അപ്പോസ്റ്റസി എന്ന ഇംഗ്ലീഷ് വാക്ക് അതിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. ഈ വിശ്വാസത്യാഗം എന്ന വാക്കിന് മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം അപ്പോസ്റ്റസ്യ എന്നാണ്. ഈ അപ്പോസ്റ്റസ്യ എന്ന വാക്ക് നിന്നാണ് അപ്പോസ്റ്റസി എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത്. അപ്പോസ്റ്റസ്യ എന്ന ഗ്രീക്ക് പദത്തിലുള്ള അതിൻ്റെ പ്രീഫിക്സ് ആയിരിക്കുന്ന അപ്പോ എന്നതായ വാക്കിന് എവേ ഫ്രം എന്നാണ് എൻ്റെ അർത്ഥം. ഇതിന് കൂറുമാറുക, വിട്ടുപോകുക, കലഹിച്ചു മാറിപ്പോകുക എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ്, അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് ഡിപ്പാർച്ചർ ഫ്രം എ പ്രീവിയസ് സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നേരത്തെ നിലനിന്ന സ്ഥാനത്തെ വിട്ട് മാറിപ്പോകുക, വിട്ടുപോകുക എന്നുള്ള അർത്ഥമാണ് അപ്പോസ്റ്റസ്യ എന്ന ഗ്രീക്ക് പദത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്റ്റസ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോസ്റ്റസി എന്നുള്ള പദം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വിശ്വാസത്യാഗം എന്നാണ് നമ്മുടെ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അന്ത്യകാലമാകുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് അനേകർ തങ്ങളുടേതായ വിശ്വാസത്തിന്റെ പ്രാരംഭ നാളുകളിൽ അവരായിരുന്ന ആത്മീക അനുഭവങ്ങളെ വിട്ട്, ആത്മീയ വിശ്വാസത്തെ വിട്ട്, ആത്മീയമായുള്ള ദൈവവചന പഥ്യോപദേശങ്ങളെ വിട്ട് അവർ കൂറുമാറി പഴയ അനുഭവത്തിലേക്ക്, പഴയ പാരമ്പര്യത്തിലേക്ക്, പഴയ അനാചാര അനുഭവങ്ങളിലേക്ക് അവർ വിട്ടുപോകുക അല്ലെങ്കിൽ മാറിപ്പോകുക എന്നുള്ള അർത്ഥമാണ് നമുക്ക് അവിടെ വിശ്വാസത്യാഗം എന്ന വാക്കിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ വിശ്വാസത്യാഗം സംഭവിക്കുന്നതിൻ്റെ അടയാളങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് ധാരാളം വിഷയങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പ്രധാനമായി ഒരു 4 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, വിശ്വാസത്യാഗം സംഭവിക്കുക എന്നുള്ളതിൻ്റെ അടയാളം ജീവനുള്ള ദൈവത്തെ വിട്ട് മാറിപ്പോകുവാനുള്ള അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. പൗലൂസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുവാനുള്ള അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത് എന്നാണ്. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവജനം ആ ദൈവത്തിൽ നിന്ന്, ദൈവത്തിലുള്ള വിശ്വാസം വിട്ട്, ക്രിസ്തുവിനുള്ള വിശ്വാസം വിട്ട്, ദൈവകൃപയിലുള്ള വിശ്വാസം വിട്ട്, പത്യവചനത്തിന്റെ ഉപദേശത്തിന്റെ വിശ്വാസം വിട്ട് അവർ ത്യജിച്ച് കളഞ്ഞ് അവർ കൂറുമാറി ദൈവസന്നിധി വിട്ടുപോകുന്ന അനുഭവമാണ്. പലരും ഇതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വാസത്യാഗം സംഭവിച്ച അനുഭവങ്ങളെ ചിലരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ഉദാഹരണം ശലോമോൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ, അമ്മോനിയർ, ഏദോമിയർ, സീദോനിയർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെ സ്നേഹിച്ചു. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ
ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രഹമായി ഇരുന്നില്ല. ശലോമോൻ സീദോനിയ ദേവിയായ അസ്തരോത്തിനെയും അമ്മോനിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ച്. അപ്പോൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ ശലോമോൻ രാജാവ് തുണിഞ്ഞ് അവനങ്ങ് സേവിക്കുകയും ചെയ്തു. ഈ ശലോമോൻ രാജാവ് ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ജനിച്ചവനാണ്. രണ്ടാമത്തത്, ദൈവത്തിന്റെ ദർശനം കണ്ടവനാണ്. മൂന്ന്, ദൈവത്തിന് പ്രിയമുള്ള പ്രാർത്ഥന കഴിച്ച വ്യക്തിയാണ്. നാല്, ദൈവത്തിന് വേണ്ടി യെരുശലേം ദേവാലയം പണികഴിപ്പിച്ചവനാണ്. അഞ്ച്, ആ യെരുശലേം ദേവാലയത്തിൽ നിന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവിടുത്തെ യാഗവസ്തുക്കളൊക്കെയും ദഹിപ്പിച്ച കാര്യവും നമുക്കവിടെ വചനത്തിൽ വായിക്കാൻ കഴിയും. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവനിലൂടെ ദൈവം ചെയ്തു. ആറാമത്തത്, ദൈവത്തിൽ നിന്ന് ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത പരിജ്ഞാനവും വിവേകവും തന്നെയുമല്ല ദീർഘായുസും, അതുമാത്രമല്ല അവന് ധനവും സമ്പത്തും ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിപ്പാനിടയായി. ദൈവത്തിന്റെ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞുകൊണ്ട് ഉത്തമഗീതം അവൻ എഴുതിയ വ്യക്തിയാണ്. അത് തന്നെയുമല്ല, അവൻ തന്റെ ആയുസ്സിന് മധ്യഭാഗം വന്നപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് അവൻ അനേക സദൃശവാക്യങ്ങൾ എഴുതുവാനിടയായി തീർന്നു. ഇത്രയേറെ സവിശേഷതകളും ദൈവകൃപയും ഉള്ള, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ശലോമോൻ രാജാവ് തന്റെ ഭാര്യമാരാൽ വശീകരിക്കപ്പെട്ട് അന്യദേവന്മാരെ സേവിപ്പാനായി അവൻ ദൈവകൃപ വിട്ട്, അല്ലെങ്കിൽ സത്യ ദൈവത്തെ, യഹോവയാം ദൈവത്തെ ആരാധിക്കുന്ന ആരാധന വിട്ട് അവൻ പിന്മാറുകയും ദൈവത്തിൽ നിന്ന് അവൻ വിലകുകയും കൂറുമാറുകയും അന്യദേവന്മാരെ ആരാധിപ്പാൻ അവൻ മനസ്സുവെച്ച് ആരാധിക്കുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവിക്കുന്നില്ലേ? അനേക ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് സത്യദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ച് പിന്നീടത്തേത് അവൾ വീണ്ടും ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് ആരാധിക്കുവാനായി അവർ മനസ്സ് തിരിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ദൈവത്തെ വിട്ടു മാറിപ്പോയത് വിശ്വാസത്യാഗത്തിന്റെ അടയാളമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, അവർ ദ്വീപിൽ കൂടി പാപോസ് വരെ ചെന്നപ്പോൾ ബർയേസു എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകൻ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യൂസ് പൗലൂസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും സൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. പൗലൂസ് പാഫോസ് എന്നതായ പട്ടണത്തിൽ അവൻ കടന്നു ചെന്നപ്പോൾ അവിടെ സെർഗ്യൂസ് പൗലൂസ് എന്ന് പറയുന്ന ബുദ്ധിമാനായ ദേശാധിപതി പൗലൂസിനെയും ബർന്നബാസിനെയും വിളിച്ച് സത്യസുവിശേഷത്തെ കേൾക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു യഹൂദ പ്രമാണി അവനെക്കുറിച്ച് 2 സവിശേഷതകൾ പറയുകയാണ്. ഒന്ന്, അവൻ കള്ളപ്രവാചകൻ. രണ്ടാമത്തത്, അവനൊരു വിദ്വാനാണ്. ഈ വിദ്വാൻ എന്ന് പറയുന്ന ഇടത്ത് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സോർസറർ എന്നാണ്. വലിയ വിത്തകളൊക്കെയും കാണിച്ച് മാന്ത്രികം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ബർയേസു എന്ന് പറയുന്ന വ്യക്തി. ഇവൻ ദേശാധിപതിയായിരുന്ന
സെർഗ്യൂസ് പൗലൂസിനെ പൗലൂസ് മുഖാന്തരം അളിച്ചെയ്യുന്ന സുവിശേഷത്തെ കേൾക്കുവാനോ അനുസരിക്കുവാനോ വിടാതെ വണ്ണം വിശ്വാസത്തെ വിട്ട് ത്യജിച്ചു കളയുവാൻ, പിന്മാറിപ്പോകുവാൻ വേണ്ടി പരിശ്രമിച്ചു. അനേകർ സത്യവചനത്തെ അറിയുവാനും ഗ്രഹിപ്പാനും വചനത്തെ അനുസരിപ്പാനും കർത്താവിനെ വേണ്ടി ജീവിപ്പാനും ആഗ്രഹിച്ചാൽ പോലും അവരെ ആ നിലയിലേക്ക് വിടാതെ വണ്ണം അവരെ വിശ്വാസത്തെ വിട്ട് ത്യജിച്ചു കളയുവാൻ വേണ്ടി, പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ബർയേസ് പോലുള്ള അനേക വ്യക്തിത്വങ്ങൾ ഇന്നും ക്രിസ്തീയ ഗോളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് വിശ്വാസത്യാഗത്തിന്റെ ഒരടയാളമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ച് അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിച്ച് കളയുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അന്ത്യകാലത്തിൽ അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ കാലത്ത് നടക്കുന്നതായ ഒരു സംഭവത്തെ പ്രവചന രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 മൃഗങ്ങളെ കുറിച്ച് അവിടെ കാണാം. ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് എഴുന്നേറ്റു വരുന്ന മൃഗം. ആ മൃഗം എതിർക്രിസ്തുവാണ് മൃഗം എന്നറിയപ്പെടുന്നത്. എന്നാൽ 2-ാമത്തെ വേറൊരു മൃഗം എഴുന്നേറ്റു വരികയാണ്. അതൊരു കുഞ്ഞാടിന് തുല്യമായി കാണപ്പെടുന്നു. പ്രധാനമായി 3 കാര്യങ്ങൾ അവിടെ അത് ചെയ്യിപ്പിക്കുകയാണ്. ഒന്ന്, എതിർക്രിസ്തുവിനെ ലോകത്തുള്ള ഭൂവാസികളൊക്കെയും അവൻ നമസ്കരിക്കുമാറാക്കുന്നു, വണങ്ങുമാറാക്കുന്നു. 2-ാമത്തത്, ഈ കുഞ്ഞാട് പോലെ ഇരിക്കുന്ന ഈ മൃഗം വളരെ അത്ഭുതങ്ങളെ നടപ്പിക്കുന്നു. 3-ാമത്തത്, എതിർക്രിസ്തുവിന് അല്ലെങ്കിൽ മൃഗത്തിന് ഒരു സ്വരൂപം ഉണ്ടാക്കണം എന്ന് ഭൂവാസികളോട് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഇതിന്റെ അടയാളം എന്ന് പറയുന്നത് യേശുക്രിസ്തു അതിനെക്കുറിച്ച് ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. കണ്ടാൽ കുഞ്ഞാട്, കണ്ടാൽ ദൈവദാസൻ, കണ്ടാൽ പ്രവാചകൻ, കണ്ടാൽ വിശ്വാസികൾ, എന്നാൽ അകമേ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ അങ്ങനെ അനേകർ അന്ത്യകാലത്ത് എഴുന്നേറ്റു വരുമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവിടെ അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. കണ്ടാൽ കുഞ്ഞാട് പോലെയാണ്, ദൈവദാസന്മാരെ പോലെയാണ്, പ്രവാചകന്മാരെ പോലെയാണ്, വിശ്വാസികളെ പോലെയാണ്. ഇങ്ങനെയുള്ള പലരും എഴുന്നേറ്റ് ഒന്ന് എതിർക്രിസ്തുവിനെ വണങ്ങുവാൻ വേണ്ടി, നമസ്കരിക്കുവാൻ വേണ്ടി, അവിടെ മുദ്ര ഏൽക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കും. ഇത് എതിർക്രിസ്തുവിന്റെ ആളുകൾ അല്ല, ദൈവത്തെ അറിയാത്തവരുമല്ല. ദൈവത്തെ അറിഞ്ഞ് സത്യത്തെ ഗ്രഹിച്ച് ദൈവത്തിനു വേണ്ടി ജീവിച്ച് കുഞ്ഞാട് പോലെ, ദൈവഭക്തന്മാരെ പോലെ, ദൈവദാസന്മാരെ പോലെ, വിശ്വാസികളെ പോലെ അവരായിരുന്നു. അങ്ങനെ ആയിരിക്കുന്നവർ വിശ്വാസം ത്യജിച്ച് മറ്റുള്ള ദൈവമക്കളെ പോലെ, വിശ്വാസികളെ പോലും തെറ്റിപ്പിച്ച് എതിർക്രിസ്തുവിനെ നമസ്കരിക്കുവാനും അവനെ മുദ്ര ഏൽക്കുവാനും വേണ്ടി പ്രേരിപ്പിക്കുക. 2-ാമത്തത്, ഇവരെ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നാണ് ഇന്നും സംഭവിക്കുന്നു.
മൂന്നാമത്തത്, എതിർ ക്രിസ്തുവിന് ഒരു ബിംബം ഉണ്ടാക്കുവാൻ, ഒരു സ്വരൂപം ഉണ്ടാക്കുവാൻ വേണ്ടി ഭൂവാസികളെ നിർബന്ധിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും വിശ്വാസത്തെ ത്യജിച്ച് കളഞ്ഞ് എതിർ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും, കണ്ടാൽ ദേവദാസന്മാരെ പോലെ, ദൈവമക്കളെ പോലെ, എന്നാൽ അവർ രഹസ്യത്തിൽ എതിർ ക്രിസ്തുവിനെ വണങ്ങുവാനും മുദ്ര ധരിക്കുവാനും അവനെ ആരാധിപ്പാനും അവന് സ്വരൂപമുണ്ടാക്കുവാനും വേണ്ടി അവന്റെ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി പിടിച്ചുകൊണ്ട് ദൈവമക്കളായിരിക്കുന്നവരെ തെറ്റിച്ച് കളയുവാൻ, പ്രേരിപ്പിക്കുവാൻ, വിശ്വാസത്തെ വിട്ട് ത്യജിച്ച് കളയുവാൻ പരിശ്രമിക്കുന്ന ഒരു കൂട്ടം. അന്ത്യകാലത്തിൽ ഇങ്ങനെയുള്ള പലരും എഴുന്നേറ്റിട്ടുണ്ട് എന്ന് പകൽ വെളിച്ചം പോലെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഈ വിധ അനുഭവങ്ങളിൽ ദൈവമക്കൾ, വിശ്വാസികൾ കുടുങ്ങിപ്പോകാതിരിപ്പാൻ ഈ അന്ത്യകാലത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് വളരെ ജ്ഞാനമായി, വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുകയാണ്. അന്ത്യകാലത്തിൽ വിശ്വാസ ത്യാഗം സംഭവിക്കും. അതിന്ന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിശ്വാസ ത്യാഗത്തിന്റെ രണ്ടാമത്തെ അടയാളം, വിശ്വാസത്തെ വിട്ട് പിന്മാറിപ്പോകുക, ദൈവകൃപയെ വിട്ട് പിന്മാറിപ്പോകുക, കർത്താവിനെയും വിശ്വാസ ജീവിതത്തെയും തള്ളിപ്പറയുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വിശ്വാസത്തിലും ദൈവകൃപയിലും യേശുക്രിസ്തുവിനുള്ള വിശ്വാസവും അതിൽ നിലനിന്നവർ, അവർ കർത്താവിനെ തള്ളിപ്പറയുന്നു, പിന്മാറിപ്പോകുന്നു. അപ്പോസ്തലൻ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അത് എഴുതാനുള്ള പ്രധാന ഉദ്ദേശം തന്നെ പല യഹൂദ വിശ്വാസികളും വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിച്ച ആ യഹൂദ ക്രിസ്ത്യാനികളായ വിശ്വാസി പലരും വീണ്ടും യഹൂദ പാരമ്പര്യത്തിലേക്കും യഹൂദ മത ആചാരങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയി. അങ്ങനെ മടങ്ങിപ്പോയവരെ തടുത്ത് നിർത്തുവാൻ വേണ്ടിയാണ് ഈ എബ്രായ ലേഖനം അപ്പോസ്തലൻ പൗലോസ് എഴുതുവാനിടയായി തീർന്നത്. ഈ വിശ്വാസത്തെ നിലനിന്ന എബ്രായ വിശ്വാസികൾ അവിടെ പ്രാരംഭ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളവരായിരുന്നു? അതിൽ 5 കൂട്ടം കാര്യങ്ങൾ അപ്പോസ്തലൻ പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്. 1, അവർ ഒരിക്കലായി പ്രകാശനം ലഭിച്ചവർ എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യ ആചാരങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ പറ്റിയ വിശ്വാസത്തിൽ അവർ കടന്നു വന്നപ്പോൾ അവൾ ഒരിക്കലായി പ്രകാശനം ലഭിച്ചവരാണ്. 2, സ്വർഗീയ ദാനങ്ങളെ, കൃപകളെ അവർ ആസ്വദിച്ചവർ. 3, പരിശുദ്ധാത്മാവിന്റെ ദാനം അവർ പ്രാപിച്ചവർ. 4, ദൈവവചനത്തിന്റെ മഹത്വങ്ങളെ അവർ രുചിച്ചറിഞ്ഞവർ. 5, വരുവാനുള്ള ലോകത്തെയും അതിന്റെ ശക്തിയെയും അവർ രുചിച്ചറിഞ്ഞവർ. ഇങ്ങനെയുള്ള എബ്രായ വിശ്വാസികൾ അവർ കുറച്ചു കാലം യേശുക്രിസ്തുവിൽ വിശ്വാസത്തിൽ നിലനിന്നതിന് ശേഷം വീണ്ടും പഴയ യഹൂദാചാരങ്ങളിലേക്കും പഴയ പ്രമാണങ്ങളിലേക്കും പഴയ യഹൂദ നിയമങ്ങളിലേക്കും അവർ മടങ്ങിപ്പോകുവാനിടയായി തീർന്നു. ത്യജിച്ച് കളയുന്ന അനുഭവം അവരെ തടുത്ത് നിർത്തിക്കൊണ്ടാണ് അവർ പറയുന്നത്, ഒരിക്കൽ പ്രകാശം ലഭിച്ച യഹൂദ വിശ്വാസിയെ നീ വീണ്ടും പഴയ പാരമ്പര്യത്തിലേക്കും പഴയ ആചാരങ്ങളിലേക്കും മടങ്ങിപ്പോകരുത്. അത് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതാണ്. അത് വിശ്വാസ ത്യാഗത്തിന്റെ ഒരടയാളമാണ്. ഇനി തള്ളിപ്പറയുക എന്നുള്ളതിന് ഒരു ഉദാഹരണം തിരുവചനത്തിൽ നിന്ന് എടുത്തു കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, പത്രോസാണ്. മത്തായി എഴുതിയ സുവിശേഷം
26 അധ്യായം 69 മുതൽ 74 വരെയുള്ള വാക്യങ്ങളിൽ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട്, ഇവനും നസ്രയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നവൻ, അപ്പോസ്തലൻ പ്രധാനമായവൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവൻ, അത്ഭുത അടയാളങ്ങളെ ചെയ്തവൻ, സുവിശേഷം അറിയിച്ചവൻ, സമുദ്രത്തിൽ കൂടി യേശു നടന്നതുപോലെ നടക്കുവാൻ ഭാഗ്യം ലഭിച്ചവൻ, വളരെ സവിശേഷതയുള്ള പത്രോസ് യേശു ക്രിസ്തുവിനെ പിടിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വിസ്തരിക്കുമ്പോൾ അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 3 പേരോട് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ ഇടയായിത്തീർന്നു. ആ തള്ളിപ്പറഞ്ഞ കാര്യത്തെ 3 പദപ്രയോഗങ്ങൾ കൊണ്ടാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു, വിശ്വാസത്യാഗം. 2, അവൻ ആണയിട്ട് തള്ളി പറഞ്ഞു, വിശ്വാസത്യാഗം. 3-മത്തത്, നമ്മുടെ മലയാള ഭാഷയിൽ പ്രാഗി ആണയിടുകയും ചെയ്തു. ഈ പ്രാഗി എന്നുള്ള പദം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ശപിച്ചു എന്നാണ്. തമിഴ് ഭാഷയിലും കർത്താവിനെ അവൻ ശപിച്ചു എന്നാണ്. വിശ്വാസത്യാഗത്തിന്റെ അടയാളമാണ് തള്ളിപ്പറയുന്നു, ആണയിട്ട് തള്ളിപ്പറയുന്നു, ശപിച്ച് തള്ളിപ്പറയുന്നു. ഇന്ന് അനേകർ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ ലോകത്തിൽ നിന്ന്, ഭരണകൂടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ ഇതുപോലെ തള്ളി പറയുന്നില്ലേ? അനേക ദൈവകൃപ പ്രാപിച്ചവർ, ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞവർ, വചനത്തെ രുചിച്ചറിഞ്ഞ് പ്രസംഗിച്ചവർ, അത്ഭുത അടയാളം നടത്തിയവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, വളരെ ശക്തിയേറിയ നിലയിൽ ദൈവനാ മഹത്വത്തിനു വേണ്ടി ജീവിച്ച അനേക ദേവദാസന്മാർ, അനേക വിശ്വാസികൾ വീണ്ടും പഴയ ആചാരം, പഴയ പാരമ്പര്യം, പഴയ നിയമ ആചാരങ്ങളിലുള്ള ഉപദേശങ്ങൾ, അതൊക്കെ ഇന്ന് അവരനുസരിച്ചുകൊണ്ട് വിശ്വാസം തേച്ചു കളഞ്ഞില്ലേ? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും വിശ്വാസത്യാഗം അവനിൽ സംഭവിച്ചുവെങ്കിലും ആ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ശപിച്ചതിനു ശേഷം യേശു അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കർത്താവ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു, അവനോട് പറഞ്ഞിരുന്നു, നീ കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ ആ വാക്കിനെ അവൻ ഗ്രഹിച്ചുകൊണ്ട് അവൻ മനക്കൈപ്പോടുകൂടെ കരഞ്ഞു. അവൻ മാനസാന്തരപ്പെട്ടു. പീഡത്തിൽ അവനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുകയും ചെയ്തു. എന്റെ വാക്ക് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, രക്ഷിക്കപ്പെടുകയും വിശ്വാസ സ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം പ്രാപിക്കുകയും കൃപാവരങ്ങൾ പ്രാപിക്കുകയും അത്ഭുത അടയാളങ്ങൾ ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ വചനത്തെ വളരെ ശക്തമായി ആധികാരികമായി പ്രസംഗിക്കുകയും ചെയ്ത അനേക ദേവദാസന്മാർ, അനേക വിശ്വാസികൾ, അനേക ദൈവഭക്തന്മാർ വീണ്ടും പഴയ പാരമ്പര്യം, ആചാരങ്ങൾ, പഴയ നിയമ ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടില്ലേ? അനുദപിച്ചുകൊണ്ട് പത്രോസിനെ പോലെ മടങ്ങി വന്നാൽ നിങ്ങൾക്കും ദൈവത്തിന്റെ കരുണ പ്രാപിപ്പാനിടയായിത്തീരും. ഇത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ്
വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് പറഞ്ഞ അടയാളമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതിനെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് മടങ്ങി വരിക എന്ന് വളരെ ആത്മഭാരത്തോടുകൂടെ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. മടങ്ങി വന്നില്ല എങ്കിൽ ഒരു ദുഃഖമായുള്ള ഒരു വിഷയം തിരുവചനത്തിലുണ്ട്. പത്രോസ് മടങ്ങി വന്നു, പക്ഷേ യേശുവിനെ ഒറ്റിക്കൊടുത്ത, ത്യജിച്ചു കളഞ്ഞ, പണത്തിനു വേണ്ടി ഒറ്റിക്കൊടുത്ത യൂദാ ഇസ്കാരിയോത്ത് മടങ്ങി വന്നില്ല. അവൻ മാനസാന്തരപ്പെടാത്തത് കൊണ്ട്, മടങ്ങി വരാത്തത് കൊണ്ട് അവന്റെ അന്ത്യം എന്തായി തീർന്നു എന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണാൻ കഴിയും. ഒന്ന്, മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ കെട്ടിത്തൂങ്ങി അവൻ ആത്മഹത്യ ചെയ്തു മരിച്ചെന്നാണ്. 2, അപ്പോസ്തല പ്രവൃത്തി 1 പറഞ്ഞിരിക്കുന്നത് അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ തലകീഴായി വന്നു വീണ് വയറു വെടിച്ച് അവന്റെ കുടലുകളൊക്കെ പുറത്ത് ചാടത്തക്ക നിലയിൽ ദയനീയ നില അവന്റെ ജീവിതത്തിൽ വന്നു എന്ന് കാണാൻ കഴിയും. ഇതുപോലത്തെ ഒരു നില ഈ പിന്മാറിപ്പോകുന്നവർക്ക്, ആത്യവിശ്വാസം നഷ്ടപ്പെടുന്നവർക്ക്, പഴയ ആചാരങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നവർക്ക് വരുമെങ്കിൽ എത്ര ഭയങ്കരം. ഇന്നും സംഭവിക്കുന്നില്ലേ? ഇന്നും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ജനം, ദൈവമക്കൾ, ദൈവദാസന്മാർ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഈ തിരുവചനം ശ്രമിക്കുന്ന ദൈവപൈതലേ, വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് പൗലോസ് ആത്മാവിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തു വരവിന് മുൻപ് ഈ കാലഘട്ടത്തും അനേക വിശ്വാസത്തോടെ നിലനിന്നവർ പിന്മാറി തള്ളിപ്പറഞ്ഞ് ദൈവസന്നിധി വിട്ട് അവർ അന്യപ്പെട്ടു പോയി. അതുകൊണ്ട് വളരെ അനർത്ഥങ്ങൾ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ആത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾ വീണ്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. 3-ാമത്തെ അടയാളം, അനേകർ വിശ്വാസം ത്യജിച്ചു കളഞ്ഞ് മാറിപ്പോകും എന്നാണ്. 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോസ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇവിടെ വിശ്വാസത്യാഗത്തിന്റെ 3-ാമത്തെ അടയാളം, അനേകർ വിശ്വാസത്തെ ത്യജിച്ച് കളഞ്ഞ് ഫോസ്ക് പറയുന്നവരുടെ കപടത്താൽ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ദുരാത്മാവിന്റെ ഉപദേശങ്ങളെയും അവർ ആശ്രയിച്ച് കടന്നുപോകും എന്ന് പൗലോസ് അവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ വിശ്വാസം ത്യജിക്കുന്നവരുടെ 2-3 കാര്യങ്ങൾ പൗലോസ് അവിടെ എടുത്തു പറയുന്നു. 1-ാമത്തെ കാര്യം, വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ചു പോകും. അവർ കള്ളം പറഞ്ഞ് കാര്യങ്ങളെ അങ്ങനെ സാധിപ്പിക്കുന്നതാണ്. 2-ാമത്തത്, വിവാഹം ചെയ്യരുത് എന്ന് വിവാഹത്തെ തടസ്സം ചെയ്യും. 3-ാമത്തത്, ദൈവം സ്തോത്രത്തോട് അനുഭവിക്കുവാൻ വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ വർജിക്കണം എന്ന് നിർബന്ധിക്കും. വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോസ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിച്ചു കളയും എന്ന് വെച്ചാൽ, ഭൂതങ്ങളുടെ ഉപദേശം, വ്യാജാത്മാവിന്റെ ഉപദേശം, ഇവകളാൽ വിശ്വാസ ജീവിതത്തെ അവർ ത്യജിച്ചു കളയുമെന്ന് പൗലോസ് ആത്മാവിനാൽ എടുത്തു പറയും. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ, ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ വ്യാജാത്മാവിനാലും പിശാചിന്റെ ഉപദേശങ്ങളാലും അനേകർ വിശ്വാസം ത്യജിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസികൾ മാത്രമല്ല, അനേക ദേവദാസന്മാരും ഇതിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൽ 1-2 ഉദാഹരണങ്ങളെ എടുത്തു പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ കെട്ടിപ്പിടിക്കുക, അഭിഷേകം പ്രാപിക്കുക, കെട്ടിപ്പിടിക്കുക, കൃപാവരങ്ങൾ പ്രാപിക്കുക. ഈ വക ശുശ്രൂഷ ഇന്ന് അവിടെ എവിടെയായി നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പലരും
മലയാളികളായ പലരും അറിഞ്ഞ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വിഷയങ്ങളാണ്. കെട്ടിപ്പിടി അഭിഷേകം, കെട്ടിപ്പിടിച്ചുള്ള കൃപാവരങ്ങൾ. ഈ വക ഉപദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ഉൾപ്പെട്ടതല്ല. ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്ര തൊങ്കൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യമായി. അപ്പോസ്തലന്മാർ കെട്ടിപ്പിടിച്ച് കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചതായിട്ട് കാണാൻ കഴിയില്ല. പത്രോസ് കടന്നുപോയപ്പോൾ അവിടെ നിഴല് കൊണ്ട് അനേകർ സൗഖ്യം പ്രാപിച്ചു. പൗലൂസിന്റെ ശരീരത്തിൽ ഉള്ള കർച്ചിഫിനെ അല്ലെങ്കിൽ ഉറുമാലുകളെ എടുത്ത് അത് കൊണ്ടപ്പോൾ അനേക ഭൂതങ്ങൾ വിട്ടുപോയി എന്നും സൗഖ്യം പ്രാപിച്ചു എന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയും. ദൈവദാസന്മാരെ ഇവർ കെട്ടിപ്പിടിച്ച് വിശ്വാസികൾ കൃപാവരം പ്രാപിക്കുക, അല്ലെങ്കിൽ രോഗശാന്തി പ്രാപിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുന്ന വിഷയങ്ങൾ ദൈവവചനത്തിൽ യോജിച്ചതല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടി അവർ കാത്തിരുന്ന് പ്രാപിച്ച് ആ സമയത്ത് ആരും തൊട്ടതുമില്ല, പിടിച്ചതുമില്ല, ആരും വരെ കെട്ടിപ്പിടിച്ചതുമില്ല. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർ ആത്മാവിനാൽ നിറഞ്ഞവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വചനം കേട്ടവരുടെ മേൽ വന്നിറങ്ങി. അവര് പത്രോസിനെ ആരും കെട്ടിപ്പിടിക്കാനോ ചുംബിക്കാനോ പോയില്ല. ഇനി അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലൂസ് എഫെസോസിലുള്ള വിശ്വാസികളുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ മേൽ ഇറങ്ങി വന്നു എന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരു ദൈവദാസന്മാരെയും കെട്ടിപ്പിടിച്ച് അവരിലുള്ള കൃപാവരം ഇവരിൽ പകരുന്നതായോ ആത്മാവ് പ്രാപിച്ചതായോ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് തിരുവചനത്തിന്റെ യാഥാർത്ഥ്യമൊന്ന് വ്യക്തത വരുത്തുവാൻ കഴിയയില്ല. വേറൊരു വിഭാഗം ചെയ്യുന്നത് ലിക്വിഡ് ഫയർ എന്ന് പറഞ്ഞാൽ ആത്മാവ് മഞ്ഞുപോലെ ഇറങ്ങുന്നു. ഇവർ പ്രാർത്ഥിച്ച എണ്ണയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വെള്ളമോ എടുത്ത് തെളിക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്നാൽ അവര് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ലിക്വിഡ് ഫയറായി വെളിപ്പെടുന്നു. തിരുവചനം വായിച്ച് നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ലിക്വിഡ് ഫയറായി ഇറങ്ങുന്നതായി തിരുവചനത്തിൽ കാണുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം മഞ്ഞുപോലെ ഇറങ്ങുന്നു എന്ന് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് പോലെ, അതിന്റെ മുഴക്കം പോലെ ദൈവാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇറങ്ങി വന്നതായി കാണാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ പുറാവെന്ന പോലെ ഇറങ്ങി വന്നതായി തിരുവനന്തപുരം കാണാൻ കഴിയും. എന്നാൽ ഈ ലിക്വിഡ് ഫയർ എന്നുള്ള ഒരു ഉപദേശം അതൊരു നൂതന ഉപദേശമായിരിക്കും. അന്ത്യകാലത്ത് തിരുവചനത്തിലില്ലാത്ത ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇന്ന് ഉടലെടുത്തുകൊണ്ട് അനേക ദൈവവിശ്വാസത്തെ ത്യജിച്ചു കളയുന്ന അനുഭവങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. മറ്റേ വേറൊരു വിഭാഗമുണ്ട്. പ്രത്യേക അഭിഷേകത്തിനു വേണ്ടി പണം നൽകുക, കോടീശ്വരന്മാരാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ശുശ്രൂഷകൾ. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ തികച്ചും 1 തീമോഥെയോസ് 4:1 പറഞ്ഞിരിക്കുന്ന വ്യാജ ആത്മാവും ഭൂതങ്ങളുടെ ഉപദേശവും എന്നൊരു സംശയമേ ഇല്ല. പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി പണം അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക, അതല്ല എങ്കിൽ ബാങ്ക് റെസിപ്റ്റിൽ കൊടുക്കേണ്ട രൂപ എഴുതി അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക. ഇത് പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി. ഏത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? ഏത് അപ്പോസ്തലന്മാരാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? മില്യണിയറാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരാ ആകാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള ശുശ്രൂഷ. ഇതാ വരുന്നു, ഇതാ കോടീശ്വരന്മാരാകാൻ പോകുന്നു. പ്രിയ ദൈവമക്കൾ, ഇതെല്ലാം ചതിക്കുന്ന പിശാചിന്റെ ഉപദേശങ്ങളാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്.
അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും യേശു കൽപ്പിച്ചതും അങ്ങനെയാണ്. യേശു കൽപ്പിച്ചത് സർവസൃഷ്ടിക്കും സുവിശേഷം അറിയിപ്പീൻ, ശിഷ്യന്മാരാക്കുവീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്നാണ് യേശു കൽപ്പിച്ചത്. അപ്പോസ്തലന്മാര് പ്രസംഗിച്ചതും ശുശ്രൂഷിച്ചതും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിച്ചത്. കോടീശ്വരന്മാരാകാൻ വേണ്ടിയല്ല പ്രസംഗിച്ചത്, അതിനുവേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. പ്രത്യേക അഭിഷേകം കിട്ടുവാൻ വേണ്ടി ശുശ്രൂഷന്മാരുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുവാൻ വേണ്ടി അവർ പറഞ്ഞില്ല. ഇതെല്ലാം പിശാചിന്റെ ഉപദേശം, ദുരുപദേശങ്ങൾ, വ്യാജ ശുശ്രൂഷകൾ. ഇങ്ങനെയുള്ളവരുടെ ചതിവിൽ ദൈവമക്കൾ അകപ്പെടരുത്, ദൈവദാസന്മാർ അകപ്പെടരുത്. അന്ത്യകാലമാകുമ്പോൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അനേകർ സത്യവചനത്തെയും വിശ്വാസത്തെയും ത്യജിച്ചു കളഞ്ഞ്, പത്യ ഉപദേശത്തെ ത്യജിച്ചു കളഞ്ഞ് ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോകുമെന്ന് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസ ത്യാഗത്തിന്റെ 4ാമത്തെ അടയാളം ദ്രവ്യാഗ്രഹം. 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യ ജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. അപ്പൊ അന്ത്യകാലം വിശ്വാസം ത്യജിച്ച് കളയുന്ന ദ്രവ്യാഗ്രഹം. തിരുവചനം പഠിക്കുമ്പോൾ ദ്രവ്യം ആവശ്യമാണ്. സഭാപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പണം എല്ലാറ്റിനും ഉതകുന്ന ഒന്നാണ്. ദ്രവ്യമില്ലാതെ, പണമില്ലാതെ ഈ ലോകത്തിൽ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതമാണ്. എന്നാൽ ദ്രവ്യ ആഗ്രഹത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിവിധമായുള്ള വഴികൾ, വിവിധമായുള്ള രീതികൾ, ധനസമ്പാദത്തിനു വേണ്ടി മനുഷ്യൻ കയ്യിലെടുക്കുന്ന വിവിധ കൃത്രിമ വഴികൾ, അതിനെക്കുറിച്ച് പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇതിലൂടെ, ഈ ദ്രവ്യാഗ്രഹ വഴിയിലൂടെ അനേക വിശ്വാസത്തെ ത്യജിച്ച് കളഞ്ഞ് ആത്മഹത്യ ചെയ്ത ധാരാളം ദൈവദാസന്മാർ വിശ്വാസികളുണ്ട്. വിശ്വാസം ത്യജിച്ച് കളഞ്ഞ, ദൈവകൃപ വിട്ട് മാറിപ്പോയ അനേക ദൈവദാസന്മാർ വിശ്വാസികളുണ്ട്. ദൈവിക ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയ അനേക ദൈവദാസന്മാർ ഉണ്ട്. ദൈവകൃപ നഷ്ടപ്പെട്ട അനേക വിശ്വാസികൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. സമീപകാലത്തിൽ നമ്മുടെ കേരളക്കരയെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. നിസാര ഒരു വോട്ടിന് വേണ്ടി പോലും, വോട്ടവകാശം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിലും ഓരോ പൗരന്മാർക്കുമുള്ള മൗലിക അവകാശമാണ്. ആ വോട്ടവകാശം പണത്തിനു വേണ്ടി വിൽക്കാനുള്ളതല്ല. മറ്റുള്ളവരെ പണത്തിനു വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുവാനുള്ള അനുഭവമല്ല. ഇന്ന് അനേക ദൈവദാസന്മാർ പോലും, വിശ്വാസികൾ പോലും ദൈവവേല ചെയ്യുന്നു എന്ന് പറയുകയും അവർ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖമാണ് ഇത് പറയാൻ കാരണം. ഇത് പരസ്യമായി യൂട്യൂബിലൊക്കെ വന്നതുകൊണ്ട് പറയുന്നതാണ്. വോട്ടവകാശം എന്ന് പറയുന്നത് പണത്തിനു വേണ്ടി വിൽക്കുന്നതല്ല. ഏത് പാർട്ടിക്കാർക്ക് അവർക്ക് വോട്ട് കൊടുക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുവോ അവരവർ ചെയ്യേണ്ടതാണ്. എന്നാൽ ദൈവമക്കളായിരിക്കുന്നവർ, ദേവദാസന്മാരായിരിക്കുന്നവർ ഒരു വോട്ടിന് വേണ്ടി 1000-ഓ 5000-ഓ കയ്യിൽ വാങ്ങി മറ്റുള്ളവരെയും പ്രേരിപ്പിച്ച് ദൈവമില്ലാത്തവർക്ക് വോട്ട് കൊടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ശുശ്രൂഷ, ഇതൊരു വേണ്ടിയാണോ ദൈവദാസ ദൈവം നിന്നെ വിളിച്ചത്? ഇതാണോ നിന്റെ ശുശ്രൂഷ? ഇത് പിശാചിന്റെ ശുശ്രൂഷയാണ്. ഇതിനു വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കൾ, വിശ്വാസികളും പങ്കാളികളായി തീരുകയാണ്. ഇനി ചിലർക്കാണെങ്കിൽ,
ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനും കൂടെ പോകുമായിരുന്നു. നക്കാപ്പിച്ചാൻ 5000-3000 രൂപ വാങ്ങാൻ വേണ്ടി. വിധവ പെൻഷനെന്നും മറ്റുള്ള പെൻഷനെന്നും നമ്മുടെ കേരളത്തിൽ അനേകം ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് അവർ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റ് അവർക്ക് സൗജന്യമായി ദാനമായി നൽകുന്ന ഒന്ന് പ്രാപിക്കുന്ന തെറ്റല്ല. ഇത് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യരുത്, വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ കൂട്ടുന്ന യോഗവും അതിൽ ഭാഗവാക്കായി തീർന്ന് അവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് അവർ കൊടുക്കുന്ന 3000-5000 രൂപയും വാങ്ങി ദൈവത്തെ വിറ്റുകളയുന്ന വ്യാജന്മാരായ ദൈവദാസന്മാർ, വിശ്വാസികൾ, വിശ്വാസത്യാഗം സംഭവിക്കുന്നു. ഇവരെ കുറിച്ച് തന്നെ വെളിപ്പാട് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടാൽ ആട്, പക്ഷേ ആട്ടുത്തോൽ ധരിച്ചിരിക്കുന്ന ചെന്നായ്ക്കൾ എന്നാണ് യേശു അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത്. കുറച്ച് കാശിനു വേണ്ടി വിശ്വാസം തേച്ചു കളയും. തിരുവചനത്തിൽ എബ്രായലേഖനം 12-ാം അധ്യായം 16-17 വാക്യത്തിലും ഉൽപ്പത്തി 27-14 വാക്യങ്ങളിലും ഇസഹാക്കിന്റെ മൂത്ത മകനായ ഏസാവ് താൻ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ദൈവം അവന് കൊടുത്ത ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഇവർ ഒരു നേരത്തെ ആഹാരത്തിനും അല്പകാശിനു വേണ്ടി വിശ്വാസം തേച്ചു കളയുന്നു. ആട്ടുത്തോൽ പോർത്ത ചെന്നായ്ക്കളെന്ന് യേശു വിശേഷിപ്പിച്ചവർ. ഇവർക്കൊരു മുന്നറിയിപ്പ് പഴയ നിയമത്തിലുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ വായിച്ചു നോക്കുമ്പോൾ എലിസ പ്രവാചകനോട് കൂടെ ആയിരുന്ന ഗേഹസി ചെയ്ത കാര്യം, എലിസ പ്രവാചകൻ നയമാൻ കൊടുത്ത ദാനങ്ങളെ കാഴ്ചകളെ വേണ്ടാമെന്ന് ഉതറിയെഴിഞ്ഞപ്പോൾ അടുത്തു നിന്ന ബാല്യക്കാരനായിരുന്ന ഗേഹസി ദ്രവ്യാഗ്രഹം കൊണ്ട് നയമാനെ പിന്തുടർന്നു ചെന്ന് അവനിൽ നിന്നുള്ള വെള്ളിയും പൊന്നും വസ്ത്രങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വച്ച് കുഴിച്ചിട്ടിട്ട് വീണ്ടും ശുശ്രൂഷ സഹപ്രവർത്തകൻ എന്നുള്ള കപടവേഷം ധരിച്ച് എലിസ പ്രവാചകന്റെ അടുത്തിൽ വന്ന് മാന്യനായി നിൽക്കുക. ആ സമയത്തും എലിസ പ്രവാചകനോട് ചോദിക്കുകയാണ്, എവിടെ പോയി? ഞാൻ അവിടെ പോയില്ല. ഇന്നത്തെ വ്യാജന്മാരെ പോലെ അവനും കള്ളം പറഞ്ഞു. എലിസ പ്രവാചകൻ പറഞ്ഞു, ഈ ധനസമ്പാദനത്തിനു വേണ്ട കാലം ഇതാണോ? അതുകൊണ്ട് നയമാന്റെ കുഷ്ഠം നിന്നെ നിന്റെ സന്തതിയെ പിടിക്കുമെന്ന് അന്ന് പറഞ്ഞ താക്കീത് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അറിയേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെ ചെയ്യുന്ന ദൈവദാസന്മാരായാലും വിശ്വാസികളായിരുന്നാലും ഒന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവം നിനക്ക് അവസരം വീണ്ടും അവശേഷിപ്പിക്കുന്നുണ്ട്. നീ വിശ്വാസം തേച്ചു കളയാതെ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നന്നെന്ന് ദൈവാത്മാവിന്റെ പ്രേരണയോട് നിങ്ങൾക്ക് ഉപദേശിക്കും. ഇങ്ങനെയുള്ളവർ ഒരുത്തരെ ഒരുത്തർ ഒറ്റിക്കൊടുക്കുമെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് മത്തായി 24 യേശു പറഞ്ഞ ഉപദേശത്തെ ഉൾപ്പെട്ടു പോകുന്ന സംശയവുമില്ല. ഒരു വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഒരു നന്മയ്ക്കു വേണ്ടി പണത്തിനു വേണ്ടി പണത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ദൈവദാസന്മാര് വിശ്വാസികളെയും ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി രഹസ്യത്തിൽ പണം വാങ്ങി ധനം വാങ്ങി നന്മകൾ പ്രാപിച്ച് വിശ്വാസത്തെയും ത്യജിക്കുന്ന മാത്രമല്ല മറ്റുള്ളവരെയും ഒറ്റിക്കൊടുത്ത് കൊലപാതകന്മാരായി തീരും എന്നുള്ളതിനും നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിന് വരവിന് മുൻപ് എതിർ ക്രിസ്തുവിന്റെ കാലത്തിനും മുൻപും ആദ്യം സംഭവിക്കുക വിശ്വാസത്യാഗം. ഈ വിശ്വാസത്യാഗത്തിന്റെ അടയാളത്തിന്റെ 4 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ഒന്നാമത്തേത്, ജീവനുള്ള ദൈവത്തെ വിട്ട് സത്യ ദൈവത്തെ വിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ട് അനേകർ കൂറുമാറി വിട്ടുമാറി അവിശ്വാസം ദുഷ്ടഹൃദയമുള്ളവരായി അവർ മാറിപ്പോകും.
2, അവർ യേശു ക്രിസ്തുവിനെ വിശ്വാസം തള്ളിപ്പറഞ്ഞ് പഴയ ആചാരങ്ങളിലേക്കും പാരമ്പര്യത്തിലേക്കും മടങ്ങിപ്പോകും. 3, വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞ് പിശാചിന്റെ ഉപദേശങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. 4, ദ്രവ്യാഗ്രഹമുള്ളവരായി മാറി യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തെയും സത്യവചനത്തെയും വിട്ട് അവർ വ്യാജന്മാരായി മാറിക്കൊണ്ടിരിക്കും എന്ന് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതും യേശു പറഞ്ഞതും ഇന്ന് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഇവയൊക്കെ കാണുമ്പോൾ നമ്മുടെ കർത്താവ് വാതിക്കൽ നിൽക്കുന്നു. വളരെ അപകടമേറിയ കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് സത്യവചനത്തെ, പത്യോപദേശങ്ങളെ ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന എല്ലാ ദേവദാസന്മാരും ദൈവമക്കളും ശക്തിയോടുകൂടെ കർത്താവിന്റെ വചനത്തെ നമുക്ക് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ജനത്തെ സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചുവിടാം. പ്രിയ വിശ്വാസികളെ, വിശ്വാസം ധരിച്ചു കളയാതെ, ദൈവത്തെ വിട്ട് വിലയും മാറാതെ, യേശു ക്രിസ്തുവെ പറ്റി വിശ്വാസം വിട്ട് മാറിപ്പോകാതെ, ലോകത്തിന്റെ വഴികളിലേക്ക് നീങ്ങാതെ വിശ്വാസം കാത്ത് ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് താൻ നാളുകളിൽ നമ്മെല്ലാവരെയും ഒരുക്കട്ടെ. തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കൃപയാൽ ദൈവം നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. മാരനാഥ. May God bless you.